ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ റിവർ സൈഡ് ഹൈഡവേ എന്ന് പറഞ്ഞ പ്ലേസ്. അപ്പോൾ ഈ ഒരു സ്പോട്ടിലാണ് നമുക്കിപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പിന് അത്യാവശ്യം വലിയൊരു വർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ മാക്സിമം വർക്ക് എല്ലാം ഞങ്ങളാണ് ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാൻ വേണ്ടി പോകാം. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് ഏരിയ. ഇതുകൊണ്ട് നമ്മൾ ഓരോന്ന് ചെയ്ത വർക്കിൻ്റെ എല്ലാ ഡീറ്റെയിലും ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മളതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടുള്ള വീഡിയോ മൊത്തം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ടുള്ള വീഡിയോ ആയിട്ട് മൊത്തം കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വർക്കിൻ്റെ അവിടെ നിന്ന് എൻട്രി ചെയ്ത് വരുന്ന ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്പോട്ടിലുള്ള ഒരു വർക്കാണ്. ഇവിടെ നമുക്ക് ഒരു സൈഡ് നമ്മൾ മൊത്തം ഗോൾഡൻ ബാംബൂസാണ് വെച്ചിട്ടുള്ളത്. ഈ സൈഡ് കാണുന്ന അത്രയും ഗോൾഡൻ ബാംബൂസ് അങ്ങറ്റം വരെ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 50+ ഗോൾഡൻ ബാംബു ഉണ്ട്. ഈ ഒരു സൈഡ് മൊത്തം ഇത് നമ്മുടെ ഗ്രീൻ കലാത്തിയാണ്. ഗ്രീൻ കലാത്തിയുടെ ഒരു 75 പ്ലാന്റ്സ് എടുപ്പിച്ച് നമ്മൾ ബോർഡർ കൊടുത്തു. പിന്നെ നമുക്കിവിടെ അടിയിൽ നമ്മളെ സ്റ്റെപ്പിംഗ് സ്റ്റോണും പിന്നെ ഇവിടെയുള്ള കല്ലും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള പോർഷൻ മൊത്തം പേൾ ഗ്രാസ് ആണ്. നമുക്കിവിടെ നിന്ന് നടന്നകത്തുള്ളിലേക്ക് പോകുന്ന ഒരു വീടിൻ്റെ സൈഡ് വരുന്ന സ്പോട്ട് നമ്മൾ കുറച്ച് പീസ്ഫുള്ളിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ കാഴ്ചയിലാണ് നമുക്ക് അങ്ങോട്ട് ചലിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇത് വീടിൻ്റെ സൈഡാണ്. വീടിൻ്റെ നമുക്ക് ആ ഒരു കറക്റ്റ് സൈഡ് പോർഷനാണ്. ഈ ഒരു സൈഡ് പോർഷനിൽ നമ്മൾ മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സ്റ്റോൺസ് ആണ്. സോറി, നമ്മളെ പെബിൾസ് നമ്മളെ റിവർ പെബിൾസ് ആണ്. വാസ്റ്റ് ഹാഫ് പോളിഷ്ഡ് ആയിട്ടുള്ള റിവർ പെബിൾസും പിന്നെ നമ്മുടെ പീസ് ലീവ്സാണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം റിവർ പെബിൾസ് ആണ്. റിവർ പെബിൾസ് പിന്നെ ആ പീസ് ലീവ് ഇതിൻ്റെ അടിയിൽ നമ്മൾ കറുത്ത ഷീറ്റ് ഇട്ടിട്ടുണ്ട്. സോ പുല്ല് പൊടിക്കില്ല. പിന്നെ ഇത് നമുക്ക് പീസ് ലീവ്സൊക്കെ നമ്മൾ നട്ടിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. ഫ്ലവേഴ്സൊക്കെ നിറച്ചതുപോലെ എന്ന ഫ്ലവേഴ്സും കിട്ടും. ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ഏരിയ സെറ്റപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ ഇത്ര സെറ്റ് ചെയ്തു. അതിൽ വേറൊരു ഹൈലൈറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസിൻ്റെ കൂടെ നമ്മൾ ആ റിവർ പെബിൾസും കൂടി ഇടുന്നതാണ്. അത് നമ്മൾ പാരഗ്രാസിൽ തന്നെ സ്പ്രെഡ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ള ആ ഒരു മോഡൽ. അതിൻ്റെ ഇതെന്ന് പറയുമ്പോൾ ഇവിടെയാണ് അതിൻ്റെ ആ സ്പ്രെഡിങ് വരുന്നത്. ഇവിടെ നമ്മുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഇട്ടിട്ടുണ്ട്. സ്റ്റെപ്പിംഗ് സ്റ്റോൺസിന് തന്നെ സൈഡിൽ നമ്മുടെ ഇത് അൺഷേപ്പ്ഡ് സ്റ്റോണാണ്. ഇതിന് ഫ്ലാഗ്ഷിപ്പ്ഡ് സ്റ്റോൺസ് എന്നറിയപ്പെടും. ഈ ഒരു സ്റ്റോണിൻ്റെ സൈഡിലാണ് നമ്മളിത് റിവർ പെബിൾസ് ഹാഫ് പോളിഷ്ഡ് കൊടുത്തത്. അപ്പോൾ ഇവിടെ മൊത്തം നമ്മുടെ പേൾ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഏരിയ. പിന്നെ എല്ലാത്തിനും ലൈറ്റിങ്ങും സ്പ്രിംഗ്ലർ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പേൾ ഗ്രാസിൻ്റെ ഏരിയയാണ്. ഇവിടെ ഹട്ടിലേക്ക് പോകാനുള്ള വഴിയാണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കുറച്ച് ഇത് നമ്മുടെ ഈ ടെറാക്കോട്ടൻ്റെ പോട്ട്സ് വെച്ചിട്ട് നമ്മൾ ആ ഒരു പേൾ ഗ്രാസിൽ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ ഇതാണ്, പോട്ട്സാണ്. അപ്പോൾ ഈ പോട്ട് വെച്ച് ഇതിലൊന്ന് അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് രണ്ടിടത്തേക്ക് ആ സ്റ്റെപ്പിംഗ് സ്റ്റോണിൻ്റെ പാത്ത് വേണ്ട. ഇവിടെ നമുക്ക് ഒരിടത്ത് ഇരിക്കാനുള്ളൊരു സ്പോട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ഇതിനകത്ത് മൊത്തം മെറ്റൽ ചിപ്സ് അല്ല മെറ്റലാണ് ബാക്കിയുള്ള ഏരിയ. പിന്നെ ഇവിടെ വന്നിട്ട് ഈ ഒരു ഇതിൻ്റെ നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റ് ആ ഒരു വ്യൂ നല്ല രസമാണ്. കറക്റ്റ് നമ്മുടെ ആ ഒരു വീടിൻ്റെ ആ ഒരു ടെക്സ്ചർ കാണാനൊക്കെ ഉണ്ടായി. ഇവിടെ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ നല്ല മനസ്സിലാവും. ആ സ്റ്റെപ്പിംഗ് സ്റ്റോൺസിൻ്റെ ആ ഒരു സൈഡിൽ നമുക്ക് ആ ഒരു ഗ്രീനിൽ കറുപ്പിൻ്റെ കൂടെ അതുകൂടെ വരുമ്പോഴാണ് കുറച്ച് എടുത്ത് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു സൈഡ് മൊത്തം ഇത് പണ്ടേ ഇവിടെ ഉണ്ടായിരുന്ന കലാത്തിയാസ് ആയിരുന്നു ഈ കലാത്തിയാസ്. പിന്നെ നമ്മൾ കുറച്ച് റെഡ് അതായത് ഇവിടെ വെച്ചിട്ടുള്ള ഈ ഒരു പ്ലാന്റ് നമ്മൾ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. അടുത്ത് വരുന്നത് നമ്മൾ മെയിനായിട്ടൊരു 8 അടി ഹൈറ്റുള്ള ഈ ഒരു ഇത് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെമ്പകമാണ്. ചെമ്പകത്തിൻ്റെ ഫ്ലവേഴ്സൊക്കെ നിൽപ്പുണ്ട്. നമുക്കിവിടെ ചെമ്പകം ഇതാണ് നമ്മളെ വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നുണ്ട്. കറക്റ്റ് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു വലിയ ഈ ഒരു നമ്മുടെ ചെമ്പകമാണ്. അപ്പോൾ ഇതിന് പ്ലമേറിയ അങ്ങനെയും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാന്റാണ്. അപ്പോൾ ആ ഒരു പ്ലാന്റും കൂടെ വെച്ചപ്പം അത്യാവശ്യം സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇവിടെയും നമ്മൾ പേൾ ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ മെയിനായിട്ട് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇതിനകത്ത് നമുക്ക് പേൾ ഗ്രാസിൽ വയ്ക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യം അടിപൊളിയാക്കി വരുന്നത് ഇതൊരെണ്ണം സെറ്റ് ചെയ്യുമ്പോഴാണ് സെറ്റാവുന്നത്. പിന്നെ ഇവിടെ മൊത്തം വീടിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്ന പോർഷൻസ് ഇതുപോലെ നമ്മൾ ഗ്രാസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നടന്നു പോകാനുള്ള പാത ഇതിൻ്റെ ഇടയ്ക്കൂടെ ഉണ്ട്. അതെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്ന ഏരിയയാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് പോർഷൻസ് ഇതാണ് നമുക്ക് ആ മെയിനായിട്ട് വരുന്ന ആ ഒരു ഏരിയ. അപ്പോൾ ഇത് ഫ്രണ്ടിൽ നോക്കുമ്പോഴേ കുറച്ചുകൂടെ കാരണം ലൈറ്റിൻ്റെ ഒരു പ്രസൻസിൻ്റെ ഒരു ഇതാണ് കണ്ട. അവിടെ നമ്മുടെ ആ ഒരു പ്ലാന്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ആ ഒരു ഭാഗം കാണിച്ചേക്കാം. അപ്പോൾ നമുക്ക് അതിന് മുന്നേ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്കിതിൽ നടന്നു പോകാൻ പറ്റുന്നത് ഒരു നമ്മുടെ കല്ലാറിൻ്റെ തന്നെ സൈഡിലേക്കാണ് നടന്നു പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ താഴേക്ക് നടക്കുമ്പോൾ നമുക്ക് കല്ലാറിൻ്റെ കുറച്ച് നല്ല വ്യൂസ് കിട്ടും. നല്ല വെള്ളമൊക്കെ എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രത്യേക ബ്യൂട്ടിയുള്ള സ്പോട്ടാണ് ഇവിടെ. ഇവിടെ ഇറങ്ങി കുളിക്കാനും പറ്റും. അത്യാവശ്യം വെള്ളം കുറച്ചുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെയൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു മരവും മറിഞ്ഞ് വീഴുന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ 2-3 ദിവസം നമ്മളോട് പണിയുണ്ടായിരുന്ന ദിവസം ഇവിടെ വന്നിരുന്ന് കുളിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ വീഡിയോസ് ഇതിലുണ്ട്. ഇതാണ് നമുക്കിവിടെ വരുമ്പോൾ അതിനകത്ത് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്പോട്ട്. ഇവിടെ അത്യാവശ്യം നമുക്ക് നല്ല ഇറങ്ങി കുളിക്കാൻ വേണ്ടി പറ്റും ഇവർക്ക്. പിന്നെ നമുക്കത് അവിടെ ഒരു പാലമുണ്ട്, അങ്ങോട്ട് കയറാൻ വേണ്ടി പറ്റും. പിന്നെ അത് കുറച്ച് സെറ്റിൽമെൻറ്റ് മീൻസ് അവരുടെ കോളനീസ് പോലെ അങ്ങനെ എന്തോ ആണ് ആ ഒരു പാർക്ക് വരുന്നത്. ബട്ട് ഇവിടെ നമുക്ക് ഈ ഒരു സൈഡ് മൊത്തം അവിടെ നമുക്കാണ് ഹട്ടിൻ്റെ ഏരിയ വരുന്നത്. ഇവിടെ മൊത്തം ഒരു പീസ്ഫുൾ എൻവയോൺമെൻറ്റാണ്, പീസ്ഫുള്ളാണ് കാണാൻ വേണ്ടി. പിന്നെ നമ്മളെ ഹെലിക്കോണിയല്ല നമ്മുടെ ഹെലിക്കോണിയസ് വെച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാം സെറ്റായി വരുന്നേ ഉള്ളൂ. നമ്മൾ ആ പ്ലാന്റ് ഒന്ന് റെഡിയായി വരണം. ഇനി അടുത്ത് മുള പൊട്ടി വരുമ്പോഴേ പ്ലാന്റ് സെറ്റ് ആവും. അപ്പോൾ ഇവിടെ മൊത്തം കാണാൻ വേറെ ലെവലായിരിക്കും. ഈ ഒരു പാർട്ടിയിൽ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം വരുന്നത് ഇവിടെ സൈഡിലേക്ക് നമുക്ക് അതിൽ പുറത്തേക്ക് അവർക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു വഴിയുണ്ട് വേറെ. അപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് കൂടെ നമ്മൾ ഗ്യാസ് വെച്ചിട്ടുണ്ട്. ഈ ഗ്യാസൊക്കെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. ഇത് നമ്മൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഇട്ട് സെറ്റ് ചെയ്തു. പിന്നെ ആ ഒരു ഏരിയ ബോർഡർ കൊടുക്കാൻ കാരണം അങ്ങോട്ട് മണ്ണ് ചരിയുന്നതുകൊണ്ടാണ് അവിടെ അങ്ങനെ ചെയ്തത്. അടുത്ത് ഇവിടെ നമ്മൾ പെയിൻറ്റിങ്ങിനായിട്ട് എത്തിയപ്പോഴാണ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നത്. കുറച്ച് ദിവസമായി. ഇവിടെ ഇനി പെയിൻറ്റ് ചെയ്തൊന്ന് സെറ്റാക്കണം. ഇതാണ് അവരുടെ നമുക്ക് അവർ പുറത്ത് വരുന്നൊരു പോർഷൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് പുറത്തേക്ക് നിൽക്കാൻ പറ്റും. അതിൻ്റെ അവിടെ ഫുള്ള് നല്ല പച്ചപ്പായി സെറ്റായിട്ടുണ്ട്. ഇവിടെ മൊത്തം നമ്മുടെ പേൾ ഗ്രാസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ അത്യാവശ്യം ഇവിടെയാണ് നമ്മളെ ചെമ്പകം ഇതൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുപോലെ ഒത്തിരി വർക്കുകൾ ഇപ്പോൾ കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കുറച്ച് ഏരിയ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ എത്തുന്നതാണ്. നമ്മുടെ മെയിൻ വർക്ക് ഏരിയയുടെ ഒരു വ്യൂ ആണ്. നമ്മൾ ഗ്രാസും അതുപോലെ പ്ലാന്റ്സും എല്ലാം വെച്ച് സെറ്റ് ചെയ്തപ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസ് നമ്പർ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ സ്റ്റേ ട്യൂൺ വിത്ത് അസ്. അപ്പോൾ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ദിസ് ഈസ് അരുൺ ആൻഡ് അവർ ടീം ഗോയിങ് ടു സൈനിങ് ഔട്ട്.